നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് കൂടിയതിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ടിക്കറ്റ് നിരക്ക് 3 ഇരട്ടിയോളം ആക്കിയതും അതുകൊണ്ട് പ്രവാസികളിൽ പലരും നാട്ടിലേക്ക് വരുന്നില്ലെന്നുമൊക്കെ പറഞ്ഞു. പെരുന്നാളും സ്കൂൾ അവധിയും വിഷുവും എല്ലാം ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയത്. എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുണ്ട്. ടിക്കറ്റ് നിരക്കിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പെരുന്നാൾ ആഘോഷത്തിനായി കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒമാൻ പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ഒമാനിൽ നിന്നും കേരള സെക്ടറുകളിലേക്കാണ് കമ്പനികൾ ഭേദപ്പെട്ട നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകുതി നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്ന സന്തോഷത്തിലാണ് ഒമാനിലെ പ്രവാസി മലയാളികൾ. റംസാൻ മാസത്തിലെ അവസാന ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് 3 ഇരട്ടി വരെ ഉയർന്നിരുന്ന സ്ഥാനത്താണ് ഈ കുറവ് വന്നിരിക്കുന്നത്. പെരുന്നാളിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പോലും 50 ഒമാനി റിയാലിന് താഴെയാണ് ടിക്കറ്റ് നിരക്ക്. മസ്കറ്റ്, സലാല എന്നിവിടങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. മാർച്ച് 30, 31 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് പെരുന്നാൾ പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 29-ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 53 റിയാലിനും മാർച്ച് 30-നാണെങ്കിൽ 40 റിയാലിനും ടിക്കറ്റ് ലഭ്യമാണെന്നാണ് അറിയുന്നത്. കണ്ണൂരിലേക്ക് 62 റിയാലും തിരുവനന്തപുരത്തേക്ക് മാർച്ച് 29-ന് 73 റിയാലും 30-നാണെങ്കിൽ 53 റിയാലുമാണ് ടിക്കറ്റ് നിരക്ക്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ കാരണമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത്. ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പെരുന്നാളിന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കുറവാണെന്നാണ് ട്രാവൽ ഏജൻസികൾ സൂചിപ്പിച്ചു വെക്കുന്നത്. ഏപ്രിൽ ആദ്യവാരം സ്കൂളുകൾ തുറക്കുന്നതിനാൽ കുടുംബങ്ങൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് ഇതിന് കാരണമായി പറയുന്നത്. ഒമാനിലെ വിമാന ടിക്കറ്റ് നിരക്ക് കുറച്ച പോലെ മറ്റു രാജ്യങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്കിലും കുറവ് വരുത്തേണ്ടതാണ്. അതേസമയം പെരുന്നാൾ അവധി ദിവസങ്ങളിൽ 36 ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിക്കുമെന്നാണ് കരുതുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിച്ചിരുന്നു. അടുത്ത മാസം 7 വരെ ഇത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാലയളവിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഏകദേശം 2,76,000 ഉയരും. അടുത്ത മാസം 5-ന് മാത്രം 3,09,000 ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിലിലെ ആദ്യ വാരത്തിലും യാത്രക്കാരുടെ എണ്ണം കുത്തനെ കൂടും. യാത്രക്കാരെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് അവധിക്കാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെരുന്നാൾ അവധി ദിനങ്ങളിലാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ അതിഥികൾ എത്തുന്നത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 19% അധിക യാത്രക്കാരെയാണ് ദുബായ് പ്രതീക്ഷിക്കുന്നത്. പെരുന്നാളും സ്കൂൾ അവധിയും ഒന്നിച്ചു വരുന്നതോടെയാണ് തിരക്ക് കൂടുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, UK, ശ്രീലങ്ക, തുർക്കി, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേരും യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നത്. അവധിക്കാല തിരക്ക് നിയന്ത്രിക്കുന്നതിനായി മറ്റു മാർഗങ്ങളെക്കുറിച്ചും അധികാരികൾ ചിന്തിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.